എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സംവിധാനങ്ങളെന്ന് പറയുന്നത്, നിങ്ങളീ പറയുന്ന ഭരണ സംവിധാനങ്ങളെന്ന് പറയുന്നവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി എന്ന് അറിഞ്ഞിട്ടില്ലാത്തവരാണ്. ഇതുവരെയൊക്കെ അറിഞ്ഞിട്ടില്ല. ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇതുകൊണ്ടാണ് ഈ സുപ്രീം കോടതിയൊക്കെ ഇങ്ങനെ ഇരുന്ന് പെരുമാറുന്നത്. ഇതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത് മര്യാദയ്ക്ക് ആൾക്കാർ പെരുമാറാത്തത്. അവർ ഭരിക്കാനിരിക്കുന്നവരുടെ ഉപകരണങ്ങളാണ്. രാജാവ് നമ്മളെ കീഴടക്കി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ ജനാധിപത്യപരമായി ഉപയോഗിക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കുന്നത്. ഇതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇത് അഴിച്ചു പണിയേണ്ടതുണ്ട്. ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടാകേണ്ടതുണ്ട്. അതിനെപ്പറ്റി ആളുകൾ ആലോചിക്കാറ് പോലുമില്ല. ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കാവോ? ആളുകളെ അപ്പോൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാവോ? രാജാവ് പോരായിരുന്നു. പിന്നെ രാജാവിനെ നമ്മൾ മാറ്റിയത്. ഇവിടെയാണ് ജനാധിപത്യ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. സംവിധാനം ഉണ്ടാക്കിയെടുക്കാതിരുന്ന, ഇപ്പോൾ ഞാൻ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നൊരു ഉദാഹരണമാണ്. ഇപ്പോൾ 2-3 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. തനിക്കും എനിക്ക് ഒരു തോക്ക് തരിക, എന്നിട്ട് അയലത്തുകാരനോട് സ്നേഹത്തോടെ പെരുമാറാൻ ഇത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നടക്കുമെന്ന് തോന്നുന്നില്ല. തോന്നില്ല. ഇത് തന്നെയാണ് പ്രശ്നം. തോക്ക് വെച്ച് വെടിവെക്കാനോ അതിൻ്റെ പാത്തി കൊണ്ട് അടിക്കാനോ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരാളോട് സ്നേഹത്തോട് പെരുമാറാൻ പറ്റത്തില്ല. ഇതാണ് പോലീസുകാർ അനുഭവിക്കുന്ന പ്രശ്നം. പോലീസുകാരെ പഠിപ്പിക്കുന്നത് അടിക്കാനും ഉപദ്രവിക്കാനും കീഴടക്കാനും മറ്റുള്ളവരെ വിശ്വസിക്കാതിരിക്കാനുമാണ് അവരെ പഠിപ്പിക്കുന്നത്. വരുന്നവരെ ആരും വിശ്വസിക്കരുതെന്ന് പഠിപ്പിക്കുന്നത്. ഇത് ഭരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥാപനമാണ്. നല്ല പോലീസുകാരെ ഉണ്ടാക്കാനൊക്കത്തില്ല. നല്ല തോക്ക് വെച്ച് വെടിവെക്കാനേ പറ്റുള്ളൂ. താനും ഞാനും നല്ല ആളാണെന്ന് വിചാരിച്ചാൽ നമ്മൾ രണ്ടുപേരും വെടിവെച്ചാൽ മറ്റുള്ളവർ ചാകാതിരിക്കുമോ?